അതല്ല പറഞ്ഞു. ഈ ഫോട്ടോ എടുക്കാൻ ക്യൂ നിന്നവര് കാല് തിരുമാനം ക്യൂ നിൽക്കേണ്ടതാണ്. ഓക്കെ, ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഇൻട്രോ എടുക്കാനാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മളിത് ഏകദേശം 9th മന്ത് പ്രഗ്നൻ്റ് ആണ് ആൻഡ് ഉടനെ തന്നെ ബേബി വരും. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ബേബി ഷവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, കസിൻസൊക്കെ കൂടെ. വളരെ കുഞ്ഞൊരു പരിപാടി കേട്ടോ, വീട്ടിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ഡേ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാം. എനിക്ക് അറിഞ്ഞൂടെ എന്തോരം എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റും എന്നൊന്നും. ഇപ്പം തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ മടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉള്ള മൊമെൻറ്റ്സ് എന്തോരം കിട്ടുമോ, പിന്നെ ഞാൻ എന്തോരം ഡോക്യുമെൻ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും, ബാക്കിയുള്ളവർ എന്തോരം എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊന്നും അറിയില്ല. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടൊരു കുട്ടി വീഡിയോ അങ്ങ് ഇട്ടേക്കാം, എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ തന്നെയുള്ളൊരു കുഞ്ഞു പരിപാടി, അത്രേ ഉള്ളൂ. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കണേന്ന് നോക്കാം. ഇവിടെ ഭയങ്കര അലമ്പാണ്, എല്ലാവരും ഇതേ ബലൂൺ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേരുണ്ട്, കുറച്ച് സമയം എടുക്കും, കുറച്ചധികം സമയം എടുക്കുന്ന തോന്നണേ. എന്തായാലും അവര് വീർപ്പിക്കട്ടെ, ഞാൻ പോയി റെഡി ആവാനും റെസ്റ്റ് എടുക്കാനും നോക്കട്ടെ. ഗർഭിണി ആയതുകൊണ്ട് എനിക്ക് പരിഗണനയുണ്ട്. എന്തായാലും പറയാനുണ്ടോ? ഭയങ്കര ബിസിയാണ്. എന്തായാലും പറയാനുണ്ടോ? ആർച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിന്റെ അപ്പന് എന്തെങ്കിലും പണി വേണമല്ലോ, അപ്പൊ നമ്മൾ ഈ പണി കൊടുത്തു. അതല്ല പറഞ്ഞു. ഒരു ബേബി ഷവർ എന്താ ഇങ്ങനെ? അപ്പൊ ബേബി ഷവറിന്റെ ഇതും കൂടി നമ്മൾ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് തീർന്നു ഗൈസ്. കേക്ക് പറയുന്ന അല്ല, 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. എല്ലാരും ഒരു ബ്ലൂ കളർ ഇട്ട മെയിൻ കോർഡിനേറ്റർ വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എന്താ കൂടുതൽ ബ്ലൂ ആണല്ലോ, നിങ്ങൾ ഉറപ്പിച്ചോന്ന്. ഇവളെ എന്നോട് പറഞ്ഞേ പിങ്കൊന്നും ഇടണ്ടേ, അപ്പൊ ജെൻഡർ റിവീൽ ആവുമല്ലോ, എന്നിട്ട് അവള് ബ്ലൂ ഇട്ടിട്ട് വന്നേക്കണം. ന്യൂട്രലാ. ഓ, വലിയൊരു ഗായകൻ എത്തിയേക്കുന്നു. പാട്ടുണ്ടോ? അപ്പൊ നമ്മൾ അടുത്ത പരിപാടിയായി ഡ്രസ്സ് മാറലിലേക്ക് വന്നിരിക്കുന്നു. ഡ്രസ്സൊക്കെ മാറി റെഡി ആവാന്ന് വിചാരിച്ചു. എനിക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള സമയമില്ല ഗൈസ്. അപ്പൊ ഇത് ഞങ്ങൾ ഗേൾസ് ഡ്രസ്സ് മാറുന്നു, ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും മൈൻഡ് ചെയ്തില്ല, എല്ലാവരും തിരക്കിലാണ്. പിന്നെ അപ്പൻ ഇതേ ഡ്രസ്സ് മാറാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു. ഇത് കുറച്ച് ബേബി ഷവറിനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. നമ്മൾ ചുമ്മാ കാർഡ്സ് പോലെയൊക്കെ എല്ലാവർക്കും പിടിക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പം ഞാൻ റെഡി ആയി ഗൈസ്. ഇവിടെ കുറേ പേരുണ്ട്. ഓ, അങ്ങനെ നമുക്ക് ബാക്കി പരിപാടികൾ കാണാം. ഇതാണ് കേക്ക്. കേക്കിൻ്റെ മര്യാദയ്ക്കുള്ള ലുക്ക് ഞാൻ അടുത്ത ഒരു ക്ലിപ്പിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കൂടുതലും വോയിസ് ഓവേഴ്സ് ആയിരിക്കും കേട്ടോ, കാരണം അല്ലെങ്കിൽ ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ പരിപാടി തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യമേ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ക്ഷീണമാവുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. അങ്ങനെ എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശരത്താണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള വഴികളും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്, ഇതിൽ കുറേ പേരില്ലാത്തവരുണ്ട് കേട്ടോ, വരാൻ പറ്റാത്തവരും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ശരത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള കസിൻസൊന്നും ഇല്ല, അപ്പയും അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പിന്നെ പിള്ളേർ സെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫണ്ണാണ്. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്ത് നമ്മൾ പരിപാടിക്ക് മുമ്പ് എല്ലാവരെയും വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. അങ്ങനെ ആദ്യം പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇനി കുറേ പേര് വന്ന് പോകുന്ന കാണാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഡേയുടെ മോർണിംഗ് ആണ് കേട്ടോ. അതായത് ഒരു 3-4 ഡേയ്സുള്ള ബേബി വരാൻ.
അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് പോയേക്കാം. അതാകുമ്പോൾ പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു നല്ല മെമ്മറി ആയിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ. കൊച്ചിനെയും കുറച്ച് കഴിയുമ്പോൾ കാണിക്കാമല്ലോ, ഇത്രയും പേരുണ്ടായിരുന്നു നിന്നെ വെയിറ്റ് ചെയ്തിരുന്നേന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ സെറ്റായി ഓരോരുത്തരുടെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. അവിടെ ഇത് തകൃതിയായിട്ട് അവർ കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇവരുടെ ലൈഫിൽ പുതിയൊരു ഫേസിലേക്ക് കടക്കാണ് പാരന്റ്ഹുഡ്. അതിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നമുക്ക് എല്ലാവർക്കും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ പപ്പയും മമ്മിയും അപ്പച്ചങ്ങളും ചേന്റിയും നമുക്ക് കേക്ക് മുറിക്കാം. അപ്പച്ചി എന്ത് പാടണം എന്നുള്ള കൺഫ്യൂഷൻ, അതുകൊണ്ട് ഹാപ്പി ബേബി ഷവർ എന്ന് പാടിയതാണ് കേട്ടോ. എന്തായാലും ഫണ്ണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കേക്ക് കട്ടൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് തന്നെ എൻ്റെ ചേച്ചിയുടെ കൊച്ചിൻ്റെയും ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അവനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും തന്ന് പിന്നെ ഇനി ബാക്കിയുള്ളത് എല്ലാവർക്കും മുറിച്ച് കൊടുക്കുകയാണ്. പിള്ളേരുടെയൊക്കെ ക്ഷമ കെട്ടുകൊണ്ട് അവർ ഓൾറെഡി പോപ്സിക്കിൾസും കപ്പ് കേക്കൊക്കെ എടുത്ത് കഴിച്ചു. അതിനുശേഷം നമ്മളൊരു ചെറിയ ഗെയിം കളിക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡിസ്കഷനിലാണ് അവിടെ പിള്ളേർ. Who will spoil the baby more? Who will wake up for midnight feeds? Who will take more baby pictures? രണ്ടും പൊക്ക. രണ്ടും Who will sing lullabies better? ശരത്തേണ്ട അത് Okay. Who will read bedtime stories more often? Okay, അത് ഒരുമിച്ച് വന്നിട്ട്. Who will buy more toys and clothes for the baby? Okay. സംശയം പറഞ്ഞിരിക്കുന്നു. Who will the baby look like? നിങ്ങളുടെ ഒരു ശരത്തേണ്ട പറഞ്ഞ ചിന്തി ചേച്ചിയാന്ന്. Okay, അടുത്ത question. Who will make the baby laugh with silly faces? രണ്ടുപേരെ പറഞ്ഞു. Who will buy unnecessary baby stuff? ചിന്തി ചേച്ചി. Who will be the fun parent? ശരത്തേണ്ട പറഞ്ഞ ചിന്തി ചേച്ചി ശരത്തേണ്ട. Who will teach the baby sports or outdoor games? ശരത്തേട്ടൻ. കഴിഞ്ഞു. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതേ പിള്ളേർ സെറ്റ് ഫുൾ ഇവിടെ ഉണ്ട്. ഹായ്. ഞങ്ങൾ ഇനി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു വലിയ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റുന്നുണ്ടാവോ?
നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫുഡ് നമ്മൾ മേടിക്കാൻ ലേറ്റ് ആയി പോവാൻ 1 മണിയായി. കുഴപ്പമില്ല. വിശപ്പുണ്ടോ? കേക്ക് കഴിച്ചോണ്ട് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നോട്ട് ചെയ്യാൻ പറഞ്ഞ ചെക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അവനാണ്. ചില സമയത്ത് ലുക്ക് മാറും. അവനാണത്. അതിൻ്റെ ഇടയ്ക്ക് മന്തി കഴിച്ചു. ഞാൻ എന്റെ എടുക്കണം മറന്നുപോയി. പക്ഷെ ഇതേ ബാക്കി എല്ലാവരും മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാരും മന്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പോളിംഗ് ആണ്. ഞാൻ മറന്നുപോയി എന്റെ മന്തി കഴിക്കണതിന്റെ തിരക്കില് ഫുഡ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അമ്മേ ഉറക്കം വരുന്നുണ്ട്. എന്നെക്കാളും മടുപ്പാണ് ഇവർക്ക്. പക്ഷെ മഴയായിട്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. സോ അതെ, ഞാനിതൊക്കെ ഇവിടെ പിടിച്ചേക്കണം. എന്തെങ്കിലും കേട്ടാവോ? അപ്പൊ നമ്മൾ മഴ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. മഴ കുറഞ്ഞിട്ട് വേണം എടുക്കാൻ. ഒരാൾ വെറുതെ ഇവിടെ ഇൻസ്റ്റഗ്രാം ചുരണ്ടിക്കൊണ്ടിരിക്കുന്നു. നോക്കുന്നവരുമില്ല, അറിയുന്നവരുമില്ല. അറിഞ്ഞിട്ട് നോക്കാതിരിക്കണം, അഭിനയിക്കണം എന്ന് തോന്നണേ. ഭയങ്കര അഭിനയം. ഇപ്പൊ കേട്ടു. ചിരിക്കോ ചിരിക്കോ? അങ്ങനെ ഒരു കുട്ടിയെ കരയിപ്പിച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ബാക്കി പിള്ളേർ സെറ്റൊക്കെ അവിടെ ഇരുന്ന് ഊണോ കളിക്കുമായിരുന്നു. നല്ല രസം കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം ഞാനും അവിടെ ഇരുന്ന് കണ്ടു. ഇവ മാത്രം കളിച്ചില്ല. അങ്ങനെ അവസാനം എല്ലാവരുടെയും ക്ഷീണവും മഴയൊക്കെ മാറിയത് കൊണ്ട് നമ്മൾ നേരെ ഫോട്ടോ സെഷനിലേക്ക് കടന്നു. ആദ്യം എൻ്റെ കുറച്ചെടുത്തു. പിന്നെ ഇത് എല്ലാവരും കൂടി നിന്ന് ഒക്കെ എടുക്കുകയാണ്. ഫുൾ കോമഡി ആയിരുന്നു. അങ്ങനെ സ്പ്ലിറ്റായി നിന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതാണിത്. അങ്ങനെ നമ്മൾ പലവിധ പോസുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് അത് ശരിയാവില്ല എന്ന് പറയണ പോലെ. അതിൻ്റെ ഇടയിൽ കൂടെ അതെ പുറകിൽ അവൻ കടന്ന് ഓരോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവനെ ഓടിച്ചു വിട്ട് നമ്മളെങ്ങനെയൊക്കെ ഫോട്ടോസ് എടുത്തു. പിന്നെ അതെ ഞാനും ശരത്തും കൂടിയുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ നിന്ന് എൻ്റെ കാല് നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. പുറകിലത് കമൻ്റ് അടിക്കാനായിട്ട് എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. ഞാൻ അതിലൊക്കെ ഇട്ട് അത്യാവശ്യം കുറച്ച് നല്ല ഫോട്ടോസൊക്കെ അവസാനം ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി. ഞാൻ അവിടെ എല്ലാ ഫോട്ടോസും ഇട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. എന്തായാലും ഒരു നല്ല ഫണ്ണായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു. മഴ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഹേ ഗായ്സ്, അങ്ങനെ ദേ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയി. എല്ലാവരും പോയി. ആക്ച്വലി വന്നവരൊക്കെ ഒരു മഴയും അങ്ങനെയൊക്കെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അങ്ങനെ എല്ലാവരും പോയി. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ചായ കുടിക്കുക. ഞാൻ കുറച്ചേരൊക്കെ ഒന്ന് കിടക്കട്ടെ. മടുത്തു. കാരണം 9 മാസമായല്ലോ. പിന്നെ ഇങ്ങനെ ഇപ്പം ഇത്ര നേരം നിൽക്കുമ്പോഴേക്കും വെയിറ്റും എല്ലാം കൂടി കൂടുന്നതുകൊണ്ട് ആക്ച്വലി നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ. എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ആർക്കൊക്കെയോ ഫോണും ഇതൊക്കെ കൊടുത്ത് അവരോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ എന്തൊക്കെ ക്ലിപ്പ് കിട്ടിയോ അത് ഉള്ളത് വെച്ച് ഞാൻ ആഡ് ചെയ്യും. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ ഇട്ടില്ലെന്നും വരും. അപ്പോൾ എന്തായാലും ചെറിയൊരു മെമ്മറിക്ക് ഇതിങ്ങനെ എടുത്ത് വെച്ചു. ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.